പത്തനംതിട്ട ഗവിയിലെ മീനാറിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത വിനോദ് കുറ്റം സമ്മതിച്ചതായി പോലീസ്. അംഗനവാടി ജീവനക്കാരിയായ 32 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ചിറ്റ സ്വദേശി വിനോദ് കുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രസാദ് MJ വിവരങ്ങൾ നൽകുന്നു. MF ഇന്ന് രാവിലെയാണ് നമുക്ക് ഈ ദാരുണമായ ഈ സംഭവം നമുക്ക് പുറത്തറിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് ഗവി. അവിടെ കൊടും വനമാണ്. ഈ വനത്തിന്റെ ഉള്ളിൽ തന്നെ ഈ അംഗൻവാടി വർക്കർ കൂടിയായിട്ടുള്ള ഈ സ്ത്രീയെ വീട്ടിൽ നിന്നും ഈ വനത്തിലൂടെ 4 കിലോമീറ്റർ ഈ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു തോടുണ്ട്. ആ തോട്ടിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അപ്പൊ ഈ പ്രതി ഇത് ലാഹ സ്വദേശിയായിട്ടുള്ള ആദിവാസിയാണ്. അദ്ദേഹം കുമാർ എന്ന് വിളിക്കുന്ന വിനോദ് കുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ കൃത്യം നടത്തിയതിനു ശേഷം വണ്ടിപ്പെരിയാറിലേക്ക് ബസ് കയറി പോകുന്നുള്ള പ്രദേശവാസികളും ദൃക്സാക്ഷികളും വണ്ടിപ്പെരിയാർ അത് മൂഴിയാർ പോലീസിന് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംയോജിതമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ വണ്ടിപ്പെരിയാറിൽ നിന്നും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പത്തനംതിട്ട പോലീസ് മറ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും മൂഴിയാർ സിയുടെ നേതൃത്വത്തിൽ അവിടെ സംഭവ സ്ഥലത്തെത്തി ഈ അംഗൻവാടി വർക്കറുടെ ആ സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിനോദ് കുമാർ എന്ന് വിളിക്കുന്ന ഈ കുമാർ നിരവധി, അതായത് സ്വന്തം മകളെ നിലത്തടിച്ച് കൊന്ന കേസിൽ ശിക്ഷ അനുഭവിച്ച് ഇപ്പോൾ പരോളിൽ പുറത്ത് ഇറങ്ങിയതിനു ശേഷം നിരവധി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഇദ്ദേഹം ഇവിടെ ഈ ഗവി ഭാഗത്ത് ചുറ്റി നടന്ന് തിരിഞ്ഞ് ഇതുപോലെ തന്നെ സ്ത്രീകളെയും മറ്റുമൊക്കെ ചെറിയ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തു വരുന്നതായി ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിയെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത് സംഭവത്തിൽ കൊടുത്ത് തെളിവെടുത്തതിന് ശേഷം ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യാനാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. MS